കയ്പമംഗലത്ത് കടലിൽ മത്സ്യബന്ധനത്തിനിടെ വല നശിച്ചു. ഇന്നലെ അഴീക്കോട് നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ കയ്പമംഗലം സ്വദേശി കോഴിപ്പറമ്പിൽ അജോയുടെ ഉടമസ്ഥതയിലുള്ള അയിരൂർ മഹാവിഷ്ണു എന്ന വള്ളത്തിലെ വലയാണ് നശിച്ചത്. അഴീക്കോട് നിന്ന് ഏകദേശം 25 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് വല വിരിച്ച് തിരിച്ചെടുക്കുന്നതിനിടെ കടലിൽ കിടന്നിരുന്ന കണ്ടെയ്നറിലോ മറ്റോ കുടുങ്ങിയാണ് വല നശിച്ചത്. വല തിരിച്ചെടുക്കാൻ കഴിയാതായതോടെ മറ്റ് 2 വള്ളക്കാരെ വിളിച്ചു വരുത്തിയാണ് വല പകുതിയോളം മുറിച്ചെടുത്തത്. പകുതി വല കടലിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. 50ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന വള്ളത്തിലെ വലയാണ് നശിച്ചത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. നിരന്തരമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധി തന്നെ കഴിഞ്ഞ പ്രാവശ്യം 4 വള്ളക്കാരിക്ക് സംഭവം സംഭവിച്ചു. അപ്പം അത് ഞങ്ങളെ നഷ്ടം വന്നിരിക്കുന്ന കാര്യം 10 ലക്ഷത്തോളം ഞങ്ങൾക്ക് നഷ്ടമാണ്. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകണത് പലിശക്ക് പണം കൊടുത്തിട്ടും അതുപോലെ തന്നെ സൊസൈറ്റി കളികളും അടവുകളും കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം. പണികൾ വളരെ മോശമാണ്. പിന്നെ അത് വിട്ട് ഒരു 19 ആൾ ഞങ്ങൾ പോകുന്നൊരു വള്ളമാണ്. 50 പേര് അടങ്ങുന്ന വള്ളമാണ്. ഈ 50 കുടുംബം പട്ടിണിയാണ്. 10 ദിവസത്തിൽ താഴെ ഇതിൻ്റെ മെയിൻ്റനൻസ് പണിയൊക്കെ ആയിട്ട് വർക്കെടുക്കും. 10 ദിവസത്തോളം ഞങ്ങളെ വർക്കെടുക്കും. അപ്പം അതിനുള്ള നഷ്ടപരിഹാരം വേറെ. ഈ 50 പേരടങ്ങുന്ന 50 പേര് അടങ്ങുന്നതിൽ ഈ 50 പേരുടെ കുടുംബം വരെയും പട്ടിണിയാവുന്നൊരവസ്ഥ. 50 ആളടങ്ങുന്നൊരു വള്ളം ഇനി വല പൊക്കാൻ സാധിച്ചില്ല. എന്നിട്ട് വേറെ 2 വള്ളത്തിന് വിളിച്ചിട്ടാണ് അവരുടെ സഹായം കൂടിയാണ്. അവർ വന്നപ്പോൾ ഏതാണ്ട് നമ്മളെ വെള്ളം ഒരു പീസായിട്ട് പോരുന്നു, ബാക്കിയുള്ള പീസ് വെള്ളത്തിൽ കിടക്കും. ഈ കണ്ടെയ്നറിനെ ചുറ്റി കിടക്കും. അത് മറ്റൊരു വള്ളത്തിന് നമ്മളെ കടവിലൊരു വള്ളത്തിന് വിളിച്ചിട്ട് അവരെ കൊണ്ട് അവരെ പൊക്കിച്ച് ആ വള്ളം അതിൻ്റെ എത്തിയപ്പോൾ 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. രാത്രി 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അത് നല്ല ഉപേക്ഷിച്ച് പോകുന്നു. അതിൽ നമ്മുടെ ഈ പകുതി വലവളം ഇത് കടലിൽ കിടക്കണം. പുതിയ വല വാങ്ങി നെയ്തെടുത്ത് പണിക്കിറങ്ങാൻ 10 ദിവസത്തോളം വേണ്ടിവരും. നല്ലവണ്ണം മത്സ്യം ലഭിക്കുന്ന സമയത്താണ് ഇവർ പണിക്ക് പോകാൻ കഴിയാതെ കരയിൽ നിൽക്കേണ്ടി വരുന്നത്. ഈ അടുത്ത കാലത്ത് നിരന്തരമായി ഇത്തരത്തിൽ കടലിൽ വലകൾ നശിക്കുന്ന സ്ഥിതിയുണ്ട്. 2 ആഴ്ച മുമ്പ് നാട്ടികയിൽ നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ ഗുരുദക്ഷിണ എന്ന വള്ളത്തിലെ വലയും നശിച്ചിരുന്നു. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. You're watching True Line News.